ഫുട്ബോൾ വേൾഡ് കപ്പ് ഫൈനൽ കാണാൻ നാളെ സ്കൂളുകൾക്ക് അവധി. ഇതെന്താ വെള്ളരിക്ക പട്ടണം? ഒരു വർഷം മുമ്പ് കുട്ടികൾക്ക് പഠനത്തിന് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൻ്റെ സമയം മാറ്റിയിരുന്നു. എന്തൊക്കെ കോലാഹലങ്ങൾ അന്നുണ്ടായിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂള് ഒരു കാമണിക്കൂർ നേരത്തെ തുടങ്ങുക, വൈകുന്നേരം കാമണിക്കൂർ അധികം എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അന്ന് സമസ്ത പോലെയുള്ള സംഘടനകൾ പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം മദ്രസ വിദ്യാഭ്യാസത്തിന് തടസ്സം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു, ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. സ്കൂൾ സമയം മാറ്റത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തിനായിരുന്നു അത്? കുട്ടികൾക്ക് സ്കൂൾ പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ള ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന്. എന്നിട്ട് ഇപ്പോൾ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ലീവല്ലേ ഇവിടെ കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയാണോ ഫൈനൽ കളിക്കുന്നത്? നമ്മുടെ സ്വന്തം രാജ്യമാണ് ഫൈനലിൽ കളിക്കുന്നതെങ്കിൽ അവധി കൊടുക്കുന്നതിന് എന്തെങ്കിലും ഒരു ന്യായം പറയായിരുന്നു. ഇത് ഇന്ത്യ വേൾഡ് കപ്പ് ക്രിക്കറ്റ് എത്ര പ്രാവശ്യം ഫൈനൽ കളിച്ചിട്ടുണ്ട്? അന്ന് സ്കൂളിന് അവധി കൊടുത്തിട്ടുണ്ടോ? ഇത് അമേരിക്കയിലെ ഏതോ രണ്ട് രാജ്യങ്ങൾ ഫൈനൽ കളിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളിന് അവധി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ നാട് വളർച്ച താഴോട്ടാണ് പോകുന്നത്. അന്ന് പറഞ്ഞിരുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ പഠനം കിട്ടുന്നില്ല, ഒരുപാട് ലീവുകളാണ്, അതുകൊണ്ട് സ്കൂൾ കാമണിക്കൂർ നേരത്തെ തുടങ്ങണം, വൈകിട്ട് അധികം കാമണിക്കൂർ എടുക്കണം എന്നൊക്കെ, അത് അനിവാര്യമാണെന്നൊക്കെ എന്തൊക്കെയായിരുന്നു ചർച്ച. അന്ന് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ ഇപ്പം ഇന്ന് എവിടെ പോയി? അവർക്കൊന്നും ഒന്നും പറയാനില്ലേ? അത് മദ്രസയ്ക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും ആരും ചെവി കൊള്ളാനുണ്ടായിരുന്നില്ല. വർഗീയമായി ചിത്രീകരിക്കുക എന്നല്ലാതെ നിങ്ങൾ മതവിദ്യാഭ്യാസം മാറ്റി വെച്ചോളൂ. സ്കൂളിനൊരു തീരുമാനം എടുക്കുമ്പോൾ അത് പൊതുവായിട്ടല്ലേ എടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും മതത്തിന് വേണ്ടി പ്രത്യേകം തീരുമാനം എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്തൊക്കെ ബഹളമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് സമസ്ത ഇതിനെതിരെ പരാതി കൊടുത്തപ്പോൾ അത് വർഗീയവൽക്കരിക്കാനാണ്, അത് സങ്കുചിതത്വ മനോഭാവമാണെന്ന് അങ്ങനെ ചിത്രീകരിക്കാനാണ് എല്ലാവരും ശ്രമിച്ചത്. ചാനൽ ചർച്ചകളിലൊക്കെ എല്ലാവരും സമസ്തൻ്റെ മെക്കിട്ട് കയറില്ലായിരുന്നോ? മീഡിയ വണ്ണിൽ ഒരു ഔട്ട് ഓഫ് ഫോക്കസ് എന്നൊരു ചർച്ച ഉണ്ടല്ലോ, അതിലെ ദാവൂദ് അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം നമുക്ക്. എന്ന് മാത്രം നമ്മൾ നിയമം ഇങ്ങനെയൊക്കെ നിഷ്കർഷിക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് ഇതിനെ സ്പ്രെഡ് ഔട്ട് ചെയ്യേണ്ടത് എന്നവർ ഒരു തീരുമാനത്തിലെത്തുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം അത് ഞങ്ങളുടെ മതപഠനത്തെ ബാധിക്കും എന്നൊരു നിലപാട് സ്വീകരിച്ച് അതിനെ എതിർക്കുന്നത് ശരിയല്ല. കാരണം എല്ലാവരും പഠിക്കുന്നതല്ലേ സ്കൂളുകളിൽ. പിന്നെ അത് മാത്രമല്ല, ഇത് മദ്രസ പഠനത്തെ വലിയ തോതിലൊന്നും ബാധിക്കാൻ പോകുന്നില്ല. കാരണം ഇത് ഹൈസ്കൂളിൽ മാത്രമാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ഹൈസ്കൂളിൽ പഠിക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ സെക്കൻഡറി മദ്രസകൾ പഠിക്കുന്നവർക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യുക? അവരുടെ സമയക്രമത്തിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അതല്ലേ ശരിയായ നിലപാട്. അപ്പോൾ അനാവശ്യമായ ഒരു വിവാദത്തിനാണ് ഈ ഒരു ഡിമാൻഡ് വഴിവെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒരു ഇസ്ലാമോഫോബിക്കായുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ മുസ്ലിങ്ങളെ എന്താണ് ഭയങ്കര പ്രീണിപ്പിക്കുന്നു, മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന ഒരു വ്യാജമായ പ്രചാരണം വലിയ തോതിൽ നടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള ഒരു ചെറിയ സ്റ്റെപ്പ്, അതിനെ തങ്ങളുടെ മതപഠനത്തിൻ്റെ പേര് പറഞ്ഞ് അതിനെതിർക്കുന്നത് ശരിയായ. ഇവർ വലിയ പുരോഗമനവാദികൾ, സമസ്തയും മദ്രസ അധ്യാപകരൊക്കെ അവരൊക്കെ സങ്കുചിതത്വ മനോഭാവക്കാർ. ഈ മദ്രസ വിദ്യാഭ്യാസം ഇവിടെ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. ആ മദ്രസ വിദ്യാഭ്യാസം ഗവൺമെൻറ്റിന് പോലും കഴിയാത്ത രീതിയിൽ ഇവിടെ നടന്നു പോകുന്നുണ്ട്. ആ മദ്രസ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിലെ സമയമാറ്റത്തിനെതിരെ പല സംഘടനകളും പരാതി കൊടുത്തത്. അന്ന് ഈ സംഘടനയ്ക്കെതിരെ ഉറഞ്ഞു തുള്ളിയവർ ഇപ്പോൾ കാണുന്നില്ലല്ലോ. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അനാവശ്യമായ അവധികൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഒന്നും ആർക്കും ഒരു പരാതിയില്ല. എന്നിട്ട് പെരുന്നാളിന് ഒരു ലീവ് അധികം ചോദിച്ചാൽ അത് വലിയ പ്രശ്നം. അതിനെ വർഗീയവൽക്കരിക്കാനും അതിനെ ചോദ്യം ചെയ്യാനും ആളുകൾ ഇങ്ങനെ മത്സരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പെരുന്നാളിനൊക്കെ ഒരു ലീവ് കൊണ്ട് എത്ര മുസ്ലിം സഹോദരങ്ങൾക്കാണ് വലിയ പ്രയാസങ്ങൾ നേരിട്ടത്. അവർ ദൂരെ ജോലി ചെയ്യുന്ന ആളുകൾ ഒന്നുകിൽ കൃത്യമായിട്ട് പെരുന്നാൾ സ്കാരത്തിന് നാട്ടിലെത്താൻ കഴിയില്ല, അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ദൂരെ ദിക്കുകൾ ജോലി ചെയ്യുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ പെരുന്നാൾ ദിവസം അവൻ്റെ കുടുംബത്തോടൊപ്പം കഴിയാൻ പറ്റാത്ത അവസ്ഥ എത്ര പ്രാവശ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ ശബ്ദിച്ചാൽ അത് വർഗീയമായി ചിത്രീകരിക്കുക, അത് പിന്തിരിപ്പനായിട്ട് ചിത്രീകരിക്കുക, അത് നിങ്ങൾക്ക് മാത്രം അങ്ങനെ അനുവദിച്ചു തരാൻ പറ്റുമോ എന്ന് ചിത്രീകരിക്കുക. ഇവിടെയുള്ള വലിയ ഒരു മതവിഭാഗം, 90 ലക്ഷം വരുന്ന ഒരു മതവിഭാഗത്തിൻ്റെ ആവശ്യം പരിഗണിക്കാനോ അംഗീകരിക്കാനോ അവർക്ക് അത്യാവശ്യത്തിന് വേണ്ടി ലീവ് കൊടുക്കാനോ ഒന്നും ഇവിടെ സർക്കാർ ഒരുക്കല്ല. എന്നാൽ അനാവശ്യമായ ലീവുകൾ കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. കലണ്ടറിൽ കാണുന്ന ചുവപ്പ് നമ്പറിനൊക്കെ ഇവിടെ സ്കൂൾ അവധിയാണ്. ആ ചുവപ്പ് നമ്പറിൻ്റെ മേലെ എഴുതിയിട്ടുള്ള ആചാരങ്ങൾ നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ ഒരു ആചാരത്തെക്കുറിച്ച്. എന്നാലും അതിന് സ്കൂൾ അവധിയാണ്. അത് എന്ത് ആചാരമെന്ന് അന്വേഷിക്കാൻ പോലും ആരുമില്ല, അതിനെ ചോദ്യം ചെയ്യാനും ആരുമില്ല. ലോകത്തുള്ള 200 കോടിയിലധികം മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന പെരുന്നാളിന് ഒരു അവധി എക്സ്ട്രാ കൊടുക്കാൻ പറ്റില്ല. ഏതോ രണ്ട് രാജ്യങ്ങൾ കളിക്കുന്ന ഫൈനലിന് വേണ്ടിയിട്ട് അവധി കൊടുക്കുകയാണ്. ഇത്ര ബുദ്ധിയില്ലാത്തവരാണല്ലോ നമ്മെ ഭരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ട്. ഇവിടെയുള്ള 90 ലക്ഷം വരുന്ന മതവിഭാഗത്തിൻ്റെ കുട്ടികൾക്ക് മദ്രസാ വിദ്യാഭ്യാസം മുടങ്ങാനും വേണ്ടിയില്ല, സ്കൂളിൻ്റെ സമയം അത് അധികരിപ്പിക്കാൻ വേണ്ടി ചെയ്യും.
എന്നാൽ അധികരിപ്പിച്ച സ്കൂൾ സമയം മുടങ്ങിയാലും വേണ്ടില്ല, അമേരിക്കയിൽ നടക്കുന്ന ഫൈനലാണ് അതിനേക്കാൾ പ്രധാനമെന്ന് ഇപ്പോൾ പറയുന്നു. ഇതെന്തൊരു വിരോധാഭാസമാണ്. ഈ സ്കൂൾ സമയമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് എന്തൊരു തിട്ടൂരമായിരുന്നു. മദ്രസ മുടങ്ങിയാലും വേണ്ടിയില്ല, സ്കൂൾ സമയം അത് രാവിലെ നേരത്തെ ആക്കുന്നുള്ള തിട്ടൂരായിരുന്നു അയാൾക്ക്. ഇപ്പോൾ അയാൾ തന്നെയാണ് ഈ ഫൈനലിന് വേണ്ടി അവധി ചോദിക്കുന്നത്. അപ്പോൾ അയാളുടെയൊക്കെ ഉള്ളിലുള്ളത് കുട്ടികൾക്ക് പഠിക്കാൻ അധികം സമയം വേണമെന്നൊന്നല്ല, കുട്ടികളുടെ കുറച്ച് കയ്യടി കിട്ടണം. ഈ മന്ത്രി നല്ല മന്ത്രിയാണെന്ന് കുട്ടികൾ ഇങ്ങനെ പുകഴ്ത്തി പറയണം. അതാണ് അയാൾക്കൊക്കെ വേണ്ടത്. അത്തരത്തിലുള്ള മന്ത്രിമാർ പോയപ്പോൾ ഇനിയെങ്കിലും നല്ല ബുദ്ധിയുള്ള വിവേകമുള്ള മന്ത്രിമാരെ കിട്ടുമെന്ന് നമ്മൾ ആഗ്രഹിച്ചു, നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ അതാ പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിലുള്ളതെന്ന് പറഞ്ഞ പോലെ അവസ്ഥ. അന്ന് അതിന് ന്യായം പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? കോടതി പറഞ്ഞിട്ടാണ്, കോടതി ഉത്തരവുണ്ട്. കോടതി ഒരിക്കലും രാവിലെ നേരത്തെ തുടങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. സ്കൂളിൻ്റെ സമയം അധികരിപ്പിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് അനാവശ്യമായ അവധികൾ വെട്ടിക്കുറച്ചുകൊണ്ട് സ്കൂളിലെ സമയം അധികരിപ്പിക്കാമല്ലോ. എന്തിനാണ് ഇത്രയധികം ലീവ് നമുക്ക്? നമ്മളൊന്നും ഇതുവരെ ജന്മത്തിൽ കേൾക്കാത്ത ആചാരങ്ങൾക്കൊക്കെ ലീവ്. എന്ത് ആചാരമാണ്, ആരുടെ ആചാരമാണെന്നൊന്നും നമുക്കറിയില്ല. ഒരു സ്കൂളിലെ പഠിക്കുന്ന കുട്ടികളിൽ ചിലപ്പോൾ 90% കുട്ടികൾക്കും അറിയില്ല ഞാൻ എന്തിനാണ് ഇന്ന് ലീവ് എടുക്കുന്നതെന്നുള്ളത്. അത്തരത്തിലുള്ള ആചാരങ്ങൾക്കൊക്കെ ലീവ്. മതങ്ങളും മത ആചാരങ്ങളൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുന്ന ആളുകളാണ് അനാവശ്യമായ ആചാരങ്ങൾക്ക് സ്കൂളിൽ ലീവ് കൊടുത്താൽ അതിനെ ഒന്നും ചോദ്യം ചെയ്യാൻ ഇവർക്കൊന്നും നേരമില്ല. എന്നാൽ മതങ്ങളെയും മത ആചാരങ്ങളെയും വിമർശിക്കാനോ അത് അന്ധവിശ്വാസമാണെന്ന് പ്രചരിപ്പിക്കാനൊക്കെ ഇവർക്ക് നല്ല സമയമുണ്ട്, അതിനൊക്കെ പറ്റും. ഇന്നിപ്പോൾ നല്ല മഴ പെയ്യുകയാണെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ സ്കൂളിന് അവധി പ്രഖ്യാപിക്കും. എന്നിട്ട് നാളെ നോക്കുമ്പോഴോ ഒരു മഴയുണ്ടാവില്ല, നല്ല വെയിലായിരിക്കും. ചിലപ്പോൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് അടുത്ത റിപ്പോർട്ട് വരും, റെഡ് അലർട്ട് പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് സ്കൂൾ മുടക്കിയ കുട്ടികൾക്കൊക്കെ ആ ഒരു ദിവസം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കൂളിലെ സമയങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പെരുന്നാൾ ലീവ് കൊടുത്തത് കൊണ്ടൊന്നുമല്ല, മദ്രസ സമയം കൊണ്ടൊന്നുമല്ല സ്കൂളിൻ്റെ സമയം നഷ്ടപ്പെടുന്നത്. നമ്മൾ ഭരിക്കുന്ന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഉദ്യോഗസ്ഥരൊക്കെ ഇത്തരത്തിലുള്ള പടുവിഡ്ഢിത്തരങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടാണ് ഇന്നത്തെ കുട്ടികൾക്ക് സ്കൂൾ സമയം നഷ്ടപ്പെടുന്നത്. അതിനെയാണ് കോടതി ചോദ്യം ചെയ്യേണ്ടത്. റെഡ് അലർട്ട് പ്രഖ്യാപിക്കും, സ്കൂളിന് അവധി പ്രഖ്യാപിക്കും, അന്നാണെങ്കിൽ തീരെ മഴ ഉണ്ടാവില്ല, നല്ല വെയിലായിരിക്കും. എത്ര പ്രാവശ്യം നമ്മളതൊക്കെ അനുഭവിച്ചറിഞ്ഞു. അതിനൊരു മാറ്റം എന്നാലുമില്ലല്ലോ. ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ നല്ല മഴയുണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് കിട്ടിയാൽ അത് ബാധിക്കുന്ന ഭാഗത്തെ സ്കൂളിന് മാത്രം അവധി കൊടുത്താൽ പോരെ? മലയോര മേഖലയിലെ സ്കൂൾക്ക് മാത്രം അവധി കൊടുത്താൽ പോരെ? മൊത്തത്തിൽ സ്കൂളിന് അവധി പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ? റെഡ് അലർട്ട് ബാധിക്കുന്ന പ്രദേശത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ കുട്ടികളൊക്കെ സ്കൂൾ നഷ്ടപ്പെടുത്തേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഇവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ ഇതാ ഫൈനലിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു ദിവസമാണ് അവധി കൊടുക്കുക. ആകെ 2 മണിക്കൂറാണ് ഫുട്ബോൾ കാണാൻ അവന് സമയം വേണ്ടത്. അതിനുവേണ്ടി ഉറക്കം അടിക്കണമെന്ന് നിർബന്ധമുള്ളവർ ഉറക്കൊഴിച്ച് കണ്ടോട്ടെ. വേറെ ഇഷ്ടം പോലെ സമയം അവന് ഉറങ്ങാനുണ്ടല്ലോ. ഒരു മനുഷ്യന് 6 മണിക്കൂർ മാക്സിമം ഉറങ്ങിയാൽ മതി, എന്നാൽ തന്നെ അവന് നല്ല ഉന്മേഷം കിട്ടും. കൂടുതൽ ഉറങ്ങിയാൽ അവൻ്റെ പഠിക്കാനുള്ള ഉന്മേഷവും മറ്റും നഷ്ടപ്പെടുമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ 6 മണിക്കൂർ കുട്ടികൾക്ക് ഉറങ്ങാൻ സമയം കിട്ടിയാൽ പോരെ? ഈ 2 മണിക്കൂറിന് വേണ്ടി ഒരു ദിവസം മുഴുവൻ അവധി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും ദിവസം അവർ കളി കാണുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, ജോലിക്ക് ആളുകൾ പോകുന്നുണ്ട്, യാതൊരു തടസ്സമില്ലാതെ ഇതൊക്കെ പോകുന്നുണ്ടല്ലോ. പിന്നെ ഈ ഒരു ദിവസം മാത്രം എത്ര പ്രത്യേകത? അപ്പോൾ ഇതിനെ ഒന്നും ഒരു നിലക്കും നമുക്ക് യോജിക്കാൻ പറ്റില്ല, ന്യായീകരിക്കാൻ പറ്റില്ല. ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ ആരെയും കിട്ടൂല. ഒരിക്കലും സർക്കാരും വിദ്യാഭ്യാസ വകുപ്പൊന്നും ഇത്തരം അനാവശ്യ കാര്യങ്ങൾക്ക് കൂട്ടി നിൽക്കാൻ പാടില്ല. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാടും നമ്മുടെ സമൂഹമൊക്കെ വലിയ അധപ്പതനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരൊക്കെ ഈ സമൂഹത്തെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനോ ഒരു തലമുറയെ വളർത്തിയെടുക്കാനൊന്നുമല്ല ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ജനങ്ങളെ കയ്യടി കിട്ടാനാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നിങ്ങൾ അവധി കൊടുത്തോളൂ, എന്ത് അനാവശ്യ കാര്യത്തിനും അവധി കൊടുത്തോളൂ. പിന്നെ സ്കൂൾ സമയത്തിന് വേണ്ടിയിട്ട് മദ്രസ മുടക്കാൻ നോക്കരുത്. സ്കൂൾ സമയത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് ലീവ് കൊടുക്കാതിരിക്കരുത്, അതിനെ കൂടി ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികൾ ചോദിക്കുമ്പോഴേക്ക് അങ്ങോട്ട് ലീവ് കൊടുക്കാനാണ് ഇവിടുത്തെ സർക്കാർ? കുട്ടികളങ്ങനെ പലത് ചോദിക്കും, അവർക്ക് അതിനുള്ള പക്വത ആയിട്ടുള്ളൂ. അവരെ പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ പറ്റുള്ളൂ. നമ്മുടെ വീട്ടിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് വാശി പിടിച്ച് കരയുമ്പോൾ അതിനനുസരിച്ച് ആടിക്കൊടുക്കാറാണോ രക്ഷിതാക്കൾ ചെയ്യുന്നത്? നമ്മൾ അവരെ നിർബന്ധിച്ച് സ്കൂളിലേക്ക് അയക്കും. ഈ കുട്ടികളുടെ നല്ല ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു രക്ഷിതാക്കൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയുമോ? കുട്ടികളുടെ വാശിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവരോടുള്ള അമിതമായ സ്നേഹം കാരണം കുട്ടികളെ സ്കൂൾ മുടക്കുന്ന രക്ഷിതാക്കൾ പടുവിഡ്ഢികളാണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ചോദിക്കുമ്പോഴേക്കും സ്കൂളിന് അങ്ങനെ അവധി കൊടുക്കുക. അർജൻറ്റീനയിൽ ചിലപ്പോൾ അവധി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അമേരിക്കയിൽ ചിലപ്പോൾ അവധി ഉണ്ടാവില്ല. എന്നാൽ വേൾഡ് കപ്പിൽ പോലും എത്താത്ത ഇന്ത്യയിൽ ഈ കൊച്ചു കേരളത്തിൽ അവധി. കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നൊരു 11 കളിക്കാരെ ഉണ്ടാക്കി വേൾഡ് കപ്പിലേക്ക് കളിക്കാൻ അയക്കാൻ നോക്കി.
അതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളുടെ വിദ്യാഭ്യാസം തടയാനല്ല നോക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അവധി കൊടുക്കുമ്പോൾ സ്കൂൾ സമയം വേണ്ടത്ര കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സർക്കാരിനെ താക്കീത് ചെയ്ത കോടതി ഉത്തരവ് അതെങ്കിലും ഒന്ന് ഓർക്കണ്ടേ. നമ്മുടെ നാട് ഭരിക്കുന്നവരും ഇവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ തയ്യാറാക്കുന്ന പദ്ധതികളെക്കാൾ കൂടുതൽ ഈ തലമുറയെയും ഈ സമൂഹത്തെയും തളർത്താനുള്ള, അവരെ അധപ്പതനത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. അതിന് ഇവർക്കൊക്കെ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ അതല്ല ബുദ്ധി കൂടിയത് കൊണ്ടാണോ? ഇത്തരം വിഡ്ഢിത്തങ്ങൾക്കൊന്നും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരോ ഇവിടുത്തെ ഉദ്യോഗസ്ഥരൊന്നും കൂട്ടു നിൽക്കാൻ പാടില്ല. നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളും അതിന് കൂട്ടു നിൽക്കാൻ പാടില്ല. അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്കൂളിന് അവധി കൊടുത്തിട്ട് ഇവിടുത്തെ വലിയൊരു മതവിഭാഗത്തിൻ്റെ മദ്രസകൾ മുടക്കാൻ ശ്രമിക്കുന്ന ഇത്തരം പ്രവണതകളൊന്നും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. ഇനി എന്തൊക്കെ വിഡ്ഢിത്തരങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കാണേണ്ടി വരും. നല്ല പക്വമായി ചിന്തിക്കുന്ന, സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു സർക്കാരും ഉദ്യോഗസ്ഥരും വിദ്യാഭ്യാസ വകുപ്പും നല്ല തലമുറയെ വാർത്തെടുക്കാനും ഇവിടുത്തെ സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനും പദ്ധതികൾ ആവിഷ്കരിക്കാനൊക്കെ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പോ ഉദ്യോഗസ്ഥരോ എന്നാണ് ഇനി നമുക്ക് കിട്ടുക? എത്ര കാലം ഇനി അതിൽ കാത്തിരിക്കണം? ഓരോ രാജ്യങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഭരണകൂടത്തൊക്കെ അവരെ കാൽക്കീഴിൽ കൊണ്ടുവെക്കാനേ തോന്നുള്ളൂ. അത്രയും ചിന്താശേഷിയില്ലാത്ത, പക്വതയില്ലാത്ത ഭരണാധികാരികൾ. കൂടുതലൊന്നും പറയുന്നില്ല. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.